നമസ്കാരം. ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്നതിൽ കേന്ദ്ര സർക്കാരിന് അവസാന അവസരം നൽകി ഹൈക്കോടതി. തീരുമാനം സെപ്റ്റംബർ 10-നകം അറിയിക്കാൻ നിർദ്ദേശം. വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണങ്ങൾക്കിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിലെത്തി. ഇത്രത്തോളം സഹായിച്ചതിന് നന്ദിയെന്ന് മാധ്യമങ്ങളോട് സുരേഷ് ഗോപി. കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പിൽ രാജ്യവ്യാപകമായി വോട്ടർ പട്ടികയിൽ കൃത്രിമം നടന്നെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. പോലീസ് തടഞ്ഞുവെക്കുന്ന സമയം മുതൽ പ്രതിയുടെ കസ്റ്റഡി സമയം ആരംഭിക്കുമെന്ന് ഹൈക്കോടതി. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റേതാണ് നടപടി. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനങ്ങളിൽ ഇടപെട്ട് സുപ്രീം കോടതി. വിസിമാരെ നിശ്ചയിക്കാനുള്ള സെർച്ച് കമ്മിറ്റി കോടതി രൂപീകരിക്കും. 4 പേരുകൾ വീതം നൽകാൻ സർക്കാരിനും ചാൻസലർക്കും നിർദ്ദേശം നൽകി. വാർത്തകൾ വിശദമായി. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് ഹൈക്കോടതിയുടെ അന്ത്യശാസനം. തീരുമാനമെടുക്കാൻ അന്തിമമായി ഒരവസരം കൂടി നൽകുന്നുവെന്ന് ഹൈക്കോടതി അറിയിച്ചു. കേന്ദ്ര സർക്കാർ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ലെന്ന അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഹൈക്കോടതിയെ അറിയിച്ച സാഹചര്യത്തിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ കടുത്ത നിലപാട്. വായ്പ എഴുതിത്തള്ളാൻ തീരുമാനമറിയിക്കാൻ കേന്ദ്ര സർക്കാർ 4 ആഴ്ച കൂടി അവകാശം തേടി. സമയം അനുവദിച്ച ഹൈക്കോടതി 4 ആഴ്ചക്കകം അന്തിമ തീരുമാനം അറിയിക്കണമെന്നും കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വമേധയാ സ്വീകരിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നടപടി. സ്വമേധയാ സ്വീകരിച്ച ഹർജി ഡിവിഷൻ ബെഞ്ച് സെപ്റ്റംബർ 10-ന് വീണ്ടും പരിഗണിക്കും. ദുരന്തമുണ്ടായി 1 വർഷം കഴിഞ്ഞിട്ടും തീരുമാനമെടുക്കുന്നില്ലയോ എന്ന് കഴിഞ്ഞ തവണയും ഡിവിഷൻ ബെഞ്ച് ചോദിച്ചിരുന്നു. കേരള ബാങ്ക് വായ്പ എഴുതിത്തള്ളിയത് മാതൃകയാണെന്നും ഹൈക്കോടതി കേന്ദ്രത്തോട് പറഞ്ഞിരുന്നു. വായ്പ എഴുതിത്തള്ളിയാലും ഇല്ലെങ്കിലും തീരുമാനം കേന്ദ്ര സർക്കാർ ഉടൻ അറിയിക്കണമെന്നും അതനുസരിച്ച് സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാനാകുമെന്നും അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. M5 ന്യൂസ്, കൊച്ചി. വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണങ്ങൾക്കിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിലെത്തി. തിരുവനന്തപുരത്ത് നിന്നും വന്ദേ ഭാരതിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷനിലിറങ്ങിയ സുരേഷ് ഗോപിയെ BJP പ്രവർത്തകർ അഭിവാദ്യങ്ങളോടെ സ്വീകരിച്ചു. വോട്ട് ക്രമക്കേട് ആരോപണങ്ങളിലടക്കം മാധ്യമപ്രവർത്തകരുടെ ഒരു ചോദ്യത്തിനും സുരേഷ് ഗോപി പ്രതികരിച്ചില്ല. ഒടുക്കം സഹായിച്ചതിന് നന്ദിയെന്ന് മാത്രം പറഞ്ഞ് ഒറ്റവരിയിൽ മാധ്യമങ്ങളെ പരിഹസിക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പിൽ രാജ്യവ്യാപകമായി വോട്ടർ പട്ടികയിൽ കൃത്രിമം നടന്നെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. BJP ഈ കൃത്രിമം വ്യാപകമായി നടത്തിയെന്നും ഇത് പുതിയതായി വന്ന ആരോപണമല്ലെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. സംഘടിതമായ കുറ്റകൃത്യമാണ് നടന്നതെന്ന് വി.ഡി. സതീശൻ കൂട്ടിച്ചേർത്തു. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പിൽ ഇത് രാജ്യവ്യാപകമായി ഇത് ചെയ്തു. കർണാടകയിലെയും മഹാരാഷ്ട്രയിലെയും UP-യിലെയും അടക്കമുള്ള നിരവധി സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ BJP ഇത് ഉപയോഗിച്ചു. തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിലെ കൃത്രിമം നടത്തി. അതിൻ്റെ ഭാഗമായി കേരളത്തിൽ അവർ നേരത്തെ തൊട്ട് വർക്ക് തുടങ്ങി, അവർക്ക് സാധ്യത ഉണ്ട് എന്ന് അവർ പ്രതീക്ഷിച്ച തൃശ്ശൂർ പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ ഇക്കാര്യം ചെയ്തു. ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധി ദേശീയതലത്തിലുള്ള ഈ വിഷയം പുറത്തു കൊണ്ടുവന്നതിന് ശേഷം വന്ന വാർത്തയല്ല. അന്നത്തെ തൃശ്ശൂർ DCC പ്രസിഡന്റ് ഈ സംബന്ധിച്ച് പരാതി കൊടുത്തിരുന്നു. LDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്ന സുനിൽകുമാർ ഇതിനെ സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു. അപ്പോൾ ധാരാളം പരാതികൾ അന്ന് തന്നെയുണ്ട്. അന്ന് കളക്ടർക്ക് പരാതി കൊടുത്തപ്പോൾ കളക്ടർ പറഞ്ഞത് വോട്ടർ പട്ടികയിൽ പേര് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വോട്ട് ചെയ്യാൻ അനുവദിക്കുക എന്നല്ലാതെ വേറെ മാർഗ്ഗമില്ല എന്നുള്ള നിലപാടാണ് അന്ന് ജില്ലാ ഭരണകൂടവും അന്ന് എടുത്തത്. അപ്പോൾ ഇതിപ്പോൾ പുതിയതായി കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്ന സംഭവമല്ല. ഈ വിഷയം രാഹുൽ ഗാന്ധി കൊണ്ടുവന്നപ്പോൾ രാജ്യം മുഴുവൻ ഇത് ചർച്ചയായപ്പോൾ തൃശ്ശൂരിലെ വിഷയം കൊണ്ടുവന്നു. തീർച്ചയായിട്ടും അവിടെ വിജയിച്ച MP എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും അതിൻ്റെ അകത്ത് ഉത്തരം പറയാനുള്ള പൂർണ്ണമായ ബാധ്യതയുണ്ട്. അവരത് പറഞ്ഞേ മതിയാവും, അവരത് പറയണം. വ്യാപകമായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. ഇന്നലെ ഒരു സ്ത്രീ തന്നെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു അവരുടെ വീടിൻ്റെ അഡ്രസ്സിൽ വേറെ വോട്ട് ചേർത്തേക്കാണ്. അവരറിഞ്ഞിട്ട് പോലുമില്ല. അഡ്രസ്സിൽ ചേർത്തിരിക്കുക. അന്ന് കോൺഗ്രസിൻ്റെ ഏജൻറ്റുമാർ മറ്റേ ബൂത്ത് തല പ്രവർത്തകർ ചെന്നപ്പോഴാണ് ഈ 9 വോട്ട് ആ വീട്ടിലില്ല എന്ന് മനസ്സിലാക്കിയത്. അപ്പോഴാണ് പരാതി കൊടുത്തത്. അപ്പോഴാണ് കളക്ടർ പറഞ്ഞത് വോട്ടർ പട്ടികയിൽ പേര് വന്നു, എന്ത് ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ ഇതൊക്കെ യാഥാർത്ഥ്യമാണ്, അവിടെ നടന്നിട്ടുണ്ട്. വ്യാപകമായി ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു ക്രൈമാണ് അത് നടന്നിരിക്കുന്നത്. സംഘടിതമായി വ്യാപകമായി അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തൊരു പൂർണ്ണമായ പരിശോധന നടപ്പാകണം. അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാവണം. അതിന് സംസ്ഥാന ഗവൺമെൻറ് അതുമായിട്ട് പൂർണ്ണമായി അത് സഹകരിക്കണം. നമ്മുടെ BLOമാരൊക്കെ ഉണ്ടല്ലോ, ബൂത്ത് ലെവൽ ഓഫീസർമാർ, സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വയ്ക്കുന്ന ആളുകളല്ലേ. അപ്പോൾ എല്ലാ സഹായവും ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് പലതരത്തിൽ. അപ്പോൾ ജില്ലാ കളക്ടർക്ക് ഉത്തരവാദിത്വമുണ്ട്. എല്ലാവരും ചേർന്നൊരു
വലിയൊരു അന്വേഷണം തൃശ്ശൂരിലെ കാര്യത്തിൽ നടത്തണം. യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാനുള്ള ഒരു ഇതുണ്ട്. ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ല, അതങ്ങനെ പാടില്ല. ഇപ്പോൾ നമുക്ക് ആരോപണങ്ങളെല്ലാം രാഷ്ട്രീയ നേതൃത്വത്തിൽ നിൽക്കുന്നവർക്ക് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾക്കെതിരെ ഉണ്ടാവും. ശരിയായ ആരോപണങ്ങളുണ്ടാവും, തെറ്റായ ആരോപണങ്ങളുണ്ടാവും. ശരിയല്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരായും അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ കൃത്രിമമുണ്ടായി എന്നുള്ള ആരോപണം തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് പറയാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ടല്ലോ. അദ്ദേഹം അത് ചെയ്യുന്നില്ല എന്ന അർത്ഥം, അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന് പ്രതിരോധിക്കാൻ ഒന്നുമില്ല എന്നുള്ളതാണ്. ഉറപ്പായിട്ട് പറയണമല്ലോ, ഉറപ്പായിട്ട് പറയണം, ഉറപ്പായിട്ട് മറുപടി പറയണം. BJP പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ് രാജ്യത്ത് ഉടനീളം. സംസ്ഥാനത്ത് തൃശ്ശൂരിലെ കേസിൽ അവർ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ അവർ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവർ പറയട്ടെ, ഞങ്ങളൊന്നും മിണ്ടില്ല, നിങ്ങൾ ഞങ്ങളോട് ചോദിക്കാൻ നിൽക്കണ്ട എന്ന് പറയുന്നത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് യോജിച്ചാൽ. ഇപ്പം നാളെ ഞാനാണെങ്കിൽ എനിക്കെതിരെ നിങ്ങളൊരു തെറ്റായ കാര്യം പറഞ്ഞാൽ എനിക്കത് എൻ്റെ അവകാശമല്ലേ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് അത് കൃത്യമായിട്ട് അതിനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഞങ്ങളൊന്നും പറയില്ല, ഞങ്ങൾക്കൊരു ബാധ്യതയില്ല എന്ന്. ജനങ്ങളോട് ബാധ്യതയുണ്ട്. 11 വോട്ടിൻ്റെ അല്ലല്ലോ ആരോപണം, 11 വോട്ടിൻ്റെ ആണ് ആരോപണം. ഇപ്പം ഞാൻ തന്നെ പറഞ്ഞത്, ഒരു പാവപ്പെട്ട സ്ത്രീ അവരുടെ വീട്ടിൽ അവരറിയാത്ത 9 പേരുടെ പേര് ചേർത്തിട്ടുണ്ട് അവിടെ, ഇല്ലേ? അതടക്കമുള്ള എത്ര കേസുകളുണ്ട്? ഫ്ലാറ്റുകളിൽ വ്യാപകമായി ഫ്ലാറ്റുകളിൽ വോട്ട് ചേർത്തിട്ടുണ്ട്. ഒരു കേസല്ല, ഒരു കേസാണെങ്കിൽ നമ്മൾ ഇത്രയും വലിയ അതൊരു പരാതി കൊടുക്കാം, അല്ലാതെ ഇത്രയും വലിയ വിഷയമാക്കേണ്ട കാര്യമില്ല. ഒന്നല്ല, ഞങ്ങളുടെ കണക്ക് തന്നെ 50,000-നും 60,000-നും ഇടയിൽ വോട്ടുകളുണ്ടെന്നുള്ള ആദ്യത്തെ ഒരു പരിശോധനയിൽ അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞത്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ ഞങ്ങൾ പറഞ്ഞത് വലിയ കണക്കാണ് പറഞ്ഞത്. കൂടുതൽ പരിശോധിച്ചാൽ കൂടുതൽ വരും. ഇടുക്കിയിൽ പണ്ടൊരു ആക്ഷേപമുള്ളതാണ്, മനസ്സിലായില്ലേ? ഇടുക്കിയിൽ അവിടെ ഇല്ലാത്ത ആളുകൾ പുറത്തുനിന്ന് വന്ന് 5,000-6,000 പേര് വന്ന് ഉടുമ്പൻചോലയിലൊക്കെ വന്ന് വോട്ട് രേഖപ്പെടുത്തുന്നു, മൂന്നാറിൽ വന്ന് വോട്ട് രേഖപ്പെടുത്തുന്നു, പീരുമേടിൽ വന്ന് വോട്ട് രേഖപ്പെടുത്തുന്നു, അതിർത്തി കടന്ന് അതിർത്തിയിൽ ഇവിടെ ഇല്ലാത്ത ആളുകൾ പുറത്തുനിന്ന് വന്ന് വോട്ട് ചെയ്യുന്നു എന്ന് പരാതി പണ്ട് മുതലുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ പറയുന്നത്, ഇതെല്ലാം പരിശോധിക്കാനുള്ള ഒരു അവസരം കൂടിയാണിത്. അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകരും നേതാക്കളും ശ്രദ്ധിക്കണം. വോട്ടർ പട്ടിക എന്ന് പറയുന്നത് കുറ്റമറ്റതായിരിക്കണം. വോട്ടർ പട്ടിക ശുദ്ധീകരിക്കണം. മരിച്ചവർ, സ്ഥലത്തില്ലാത്തവർ മാറണം. തെറ്റായ വോട്ടുകൾ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ പൊതുപ്രവർത്തകർ കൂടി, രാഷ്ട്രീയ പ്രവർത്തകർ കൂടി, മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകർ കൂടി ഇത് ഗൗരവതരമായി പരിശോധിച്ച് ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ, അല്ലേ, ഫെയർ ആയിട്ടുള്ള നീതിപൂർവമായ ഒരു തിരഞ്ഞെടുപ്പ് ഒരു ജനാധിപത്യ സംവിധാനത്തിലുണ്ടാകണം. അതുണ്ടായില്ല കഴിഞ്ഞ പൊതു തിരഞ്ഞെടുപ്പ്. ജനഹിതത്തെ അട്ടിമറിക്കുകയാണ് ചെയ്തത്. അതാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചത്. അത് നിങ്ങൾ ഏകാധിപതികളായ ഭരണാധികാരികൾ ഇരിക്കുന്ന ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പ്, വ്ളാഡിമിർ പുടിനെ കുറിച്ചുള്ള മുഖ്യമായ ആക്ഷേപം തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചതാണ്. ആരും ജയിക്കില്ല, അദ്ദേഹത്തിനെതിരായിട്ട് ആരും ജയിക്കില്ല എന്ന് പറഞ്ഞ മാതിരി ഇന്ത്യയിലാകാൻ പറ്റില്ലല്ലോ. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ വലിയ പങ്കാളിത്തമുണ്ട് ഈ കാര്യത്തിൽ. കുറ്റകരമായ കാര്യങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ആദ്യം പ്രതിക്കൂട്ടിൽ. ഇതിന് കൂട്ടുനിന്നതിനും കൊട പിടിച്ചു കൊടുത്തതിൻ്റെ പേരിൽ വ്യാപകമായി സഹായിച്ചിട്ടുണ്ട്. വ്യാപകമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അനുമതിയോടുകൂടിയാണ് ഇത് ഇത്രയും വ്യാപകമായി നടന്നിരിക്കുന്നത്. അവർക്ക് അറിയാമായിരുന്നു. പരാതികളുണ്ടായിട്ട് ഒരു നടപടിയും അവർ സ്വീകരിച്ചില്ല. ഇപ്പോൾ തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞതിൻ്റെ മറുപടി എന്താ മറുപടി അവർ പറഞ്ഞത്? എന്തെല്ലാം വാക്കുകളാണ് രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കുന്ന വാക്കാണ് മറ്റേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടിയായിട്ട് പറഞ്ഞത്. ഭീഷണിപ്പെടുത്തുന്നു എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്. ഇത്രയും തെളിവുകളോടുകൂടി നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഇതുപോലൊരു സംഭവം മുമ്പിൽ വന്നിട്ടുണ്ടോ? ഇതിനേക്കാൾ കൂടുതൽ തെളിവുകൾ രാഹുൽ ഗാന്ധി എത്ര മനോഹരമായിട്ടാണ് അത് അവതരിപ്പിച്ചത്. ഇത്രമാത്രം തെളിവുകളോടുകൂടി, ഒരാൾക്കും നിഷേധിക്കാൻ പറ്റാത്ത രീതിയിലുള്ള തെളിവുകളോടുകൂടി. അതിന് പറയുന്നത് അദ്ദേഹം ഇന്ത്യക്കാരനല്ലെന്നൊക്കെ പറയും. മറുപടിയില്ല. പോലീസ് തടഞ്ഞുവെക്കുന്ന സമയം മുതൽ പ്രതിയുടെ കസ്റ്റഡി സമയം ആരംഭിക്കുമെന്ന് ഹൈക്കോടതി. നടപടിക്രമങ്ങളുടെ ഭാഗമായി പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തുന്ന സമയം മുതലല്ല കസ്റ്റഡി ആരംഭിക്കുന്നതെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. കസ്റ്റഡിയിലെടുത്ത 24 മണിക്കൂറിനുള്ളിൽ അറസ്റ്റ് രേഖപ്പെടുത്തണമെന്നും അറസ്റ്റ് രേഖപ്പെടുത്തി 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണമെന്നുള്ള നിർദ്ദേശത്തിലാണ് ഹൈക്കോടതി വ്യക്തത വരുത്തിയത്. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റേതാണ് നടപടി. പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന നിമിഷം മുതൽ അറസ്റ്റ് കണക്കിലാക്കിയില്ലെങ്കിൽ
പ്രതിയുടെ മൗലികാവകാശം ലംഘിക്കപ്പെടുമെന്ന അമിക്കസ് ക്യൂറിയുടെ നിലപാട് അംഗീകരിച്ചാണ് ഹൈക്കോടതിയുടെ നടപടി. നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ പ്രതി ചേർത്തയാളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. M5 ന്യൂസ്, കൊച്ചി. വിദ്യാർത്ഥികളിൽ വായനാശീലം വളർത്തുന്നതിനായി വായനയ്ക്ക് ഗ്രേസ് മാർക്ക് നൽകാൻ ഒരുങ്ങി വിദ്യാഭ്യാസ വകുപ്പ്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് വിവരം പങ്കുവച്ചത്. അടുത്ത അധ്യയന വർഷം മുതലായിരിക്കും വായനാശീലം പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകുക. 1 മുതൽ 4 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികൾക്ക് അനുയോജ്യമായ വായനാ പ്രവർത്തനങ്ങളും 5 മുതൽ 12 വരെ ക്ലാസ്സിലെ കുട്ടികൾക്ക് പത്രം വായനയും തുടർ പ്രവർത്തനങ്ങളും നൽകുന്നതിനായി ആഴ്ചയിൽ ഒരു പിരീഡ് മാറ്റിവെക്കും. മന്ത്രി തന്റെ പോസ്റ്റിൽ കുറിച്ചു. വായനയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കായി അധ്യാപകർക്ക് പരിശീലനം നൽകുകയും കൈപ്പുസ്തകം തയ്യാറാക്കുകയും ചെയ്യും. കലോത്സവത്തിൽ വായനയുമായി ബന്ധപ്പെട്ട ഒരു ഇനം കൂടി ഉൾപ്പെടുത്താൻ ആലോചിക്കുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. M5 ന്യൂസ്, തിരുവനന്തപുരം. മാധ്യമ സ്വാതന്ത്ര്യത്തിന് സർക്കാർ നിയന്ത്രണമില്ലെന്ന് വ്യക്തമാക്കി മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് മാധ്യമ സ്വാതന്ത്ര്യത്തിന് സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തുന്നു എന്നത് അടിസ്ഥാനരഹിതമായ പ്രചാരണമാണ്. അത്തരമൊരു നീക്കവും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വാർത്താക്കുറിപ്പ് പറയുന്നു. കേര പദ്ധതിക്ക് ലോകബാങ്ക് തുക അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതീവ രഹസ്യ സ്വഭാവത്തിലുള്ള കത്തിന്റെ പകർപ്പ് മാധ്യമങ്ങളിൽ വരാനിടയായ സാഹചര്യത്തെപ്പറ്റി സർക്കാർ അന്വേഷണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും കുറിപ്പിൽ വ്യക്തമാകുന്നത്. അതീവ രഹസ്യ സ്വഭാവത്തിലുള്ള ഇത്തരം കത്തുകൾ ചോരുന്നതും അത് മാധ്യമങ്ങളിൽ അച്ചടിച്ചു വരുന്നതും ഒരു ധനകാര്യ സ്ഥാപനത്തിന്റെ മുന്നിൽ സർക്കാരിന്റെ വിശ്വാസ്യത ചോർച്ചയ്ക്ക് കാരണമാവും. അത്തരമൊരു വീഴ്ച എങ്ങനെ ഉണ്ടായെന്ന് മനസ്സിലാക്കുന്നത് സർക്കാരിന്റെ സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഡൽഹി KTU ഡിജിറ്റൽ സർവകലാശാലകളിലെ VC നിയമനത്തിൽ അസാധാരണ ഇടപെടലുമായി സുപ്രീം കോടതി. ഇരു സർവകലാശാലകളിലും സ്ഥിരം VCമാരെ കണ്ടെത്താനുള്ള സെർച്ച് കമ്മിറ്റി സുപ്രീം കോടതി രൂപീകരിക്കും. 4 പേർ വീതമുള്ള പാനലുകൾ നൽകാൻ സർക്കാരിനോടും ഗവർണറോടും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. സെർച്ച് കമ്മിറ്റിയുടെ കാര്യത്തിൽ എന്തിനാണ് സ്തംഭനാവസ്ഥ സൃഷ്ടിക്കുന്നതെന്ന് ഗവർണറോട് ചോദിച്ച കോടതി താൽക്കാലിക VCമാർക്കെതിരായ തർക്കം മുന്നോട്ട് കൊണ്ടുപോകരുതെന്ന് സംസ്ഥാനത്തോട് നിർദ്ദേശിച്ചു. സെർച്ച് കമ്മിറ്റി രൂപീകരണത്തെ ചൊല്ലിയുള്ള തർക്കം സ്ഥിരം VCമാരെ നിയമിക്കുന്നതിൽ പ്രതിസന്ധിയാകുമ്പോഴാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ. ഇരു സർവകലാശാലകൾക്കും സമയബന്ധിതമായി VCമാരെ നിയമിക്കേണ്ടതുണ്ടെന്ന് കോടതി വ്യക്തമാക്കി. പ്രശ്നം പരിഹരിക്കാൻ കൈകൂപ്പി അഭ്യർത്ഥിക്കുകയാണെന്നും സുപ്രീം കോടതി പറഞ്ഞു. സർവകലാശാലാ നിയമം അനുസരിച്ച് പേരുകൾ നിർദ്ദേശിക്കാൻ സംസ്ഥാനത്തിനാണ് അധികാരമെന്ന് സർക്കാർ വാദിച്ചു. എന്നാൽ UGC നിയമം അനുസരിച്ചാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് ഗവർണർ വ്യക്തമാക്കി. ഇതോടെയാണ് തർക്കപരിഹാരമെന്ന നിലയിൽ കോടതിയുടെ നീക്കം. ഗവർണറും സംസ്ഥാന സർക്കാരും 4 പേരുകൾ വീതം കൈമാറണം. UGC പ്രതിനിധിക്ക് പുറമെയുള്ളവരെ ഈ പാനലുകൾ പരിശോധിച്ച സുപ്രീം കോടതി നിശ്ചയിക്കും. നാളെ കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ പേര് 4 നിർദ്ദേശം. സെർച്ച് കമ്മിറ്റിയുടെ കാര്യത്തിൽ സ്തംഭനാവസ്ഥ സൃഷ്ടിക്കരുതെന്ന ഗവർണറോട് കോടതി നിർദ്ദേശിച്ചു. ഏകപക്ഷീയമായ ഗവർണർ താൽക്കാലിക VCമാരെ നിയമിച്ചത് റദ്ദാക്കണമെന്ന് സംസ്ഥാനവും വാദിച്ചു. എന്നാൽ ഇതിനെ ചൊല്ലിയുള്ള തർക്കം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ലെന്ന് കോടതി നിർദ്ദേശിച്ചു. സർക്കാരും ഗവർണറും ചർച്ച നടത്തി പരിഹാരത്തിലേക്ക് നീങ്ങണമെന്ന് കോടതി വീണ്ടും അഭ്യർത്ഥിച്ചു. കേസിൽ ഗവർണർക്ക് വേണ്ടി അറ്റോർണി ജനറൽ R വെങ്കിട്ടരമണി, മുതിർന്ന അഭിഭാഷകൻ P ശ്രീകുമാർ, അഭിഭാഷകൻ വെങ്കിട്ട സുബ്രഹ്മണ്യൻ TR എന്നിവർ ഹാജരായി. സംസ്ഥാന സർക്കാരിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ ജയദീപ് ഗുപ്ത, സ്റ്റാൻഡിംഗ് കൗൺസിലർ CK ശശി, അഭിഭാഷക മീന K പൗലോസ് എന്നിവരും ഹാജരായി. ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്. കേര പദ്ധതിക്ക് ലോകബാങ്ക് അനുവദിച്ച തുക വകമാറ്റിയിട്ടില്ലെന്നും തുക അനുവദിക്കുന്നതിൽ കാലതാമസം ഉണ്ടായിട്ടുണ്ടെന്നും മന്ത്രി P പ്രസാദ് പറഞ്ഞു. ഏത് വകുപ്പിനാണ് കാലതാമസം ഉണ്ടായതെന്ന് താൻ പറയുന്നില്ലെന്നും ലോകബാങ്ക് അനുവദിച്ച തുക എങ്ങും പോകില്ലെന്നും കേര പദ്ധതിക്ക് ധനകാര്യ വകുപ്പ് എതിരെ നിൽക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ലെന്നും മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. സർക്കാരിന് അവിടെ വക മാറ്റി എന്നുള്ളത് ഇപ്പോഴും എവിടെ നിന്നാണ് അങ്ങനെ ഒരു കാര്യം വരുന്നത്? വക മാറ്റിയതായിട്ട് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല. കൃഷിവകുപ്പിന് അറിയില്ല. കൃഷിവകുപ്പിന് ലഭ്യമാകേണ്ട തുക കൃഷിവകുപ്പിന് ലഭ്യമാവുക എന്നുള്ളതേ ഉള്ളൂ. കൃഷിവകുപ്പിന് വേൾഡ് ബാങ്കിൻ്റെ കേര പ്രോജക്റ്റിൻ്റെ പൈസ ആർക്കും വക മാറ്റാൻ പറ്റുകയുമില്ല. അത്രയും തുകയും കൃഷിവകുപ്പിലേക്ക് തന്നെ ലഭ്യമായേ മതിയാവുകയുള്ളൂ. കൃഷിവകുപ്പിൽ ലഭ്യമാവുകയും വേണം. തടസ്സങ്ങളോ താമസങ്ങളോ നേരിട്ട് എന്തെന്നുള്ളത് ബന്ധപ്പെട്ട ഇടങ്ങളിൽ പരിശോധിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇത് വക മാറ്റി എന്ന് കൃഷിവകുപ്പ് കണ്ടെത്തിയിട്ടില്ല. അതിനകത്ത് വക മാറ്റിയെന്നില്ലല്ലോ. ഇല്ല, അതിനകത്ത് വക മാറ്റിയെന്നില്ല. ഇല്ല, കൃഷിവകുപ്പിൻ്റെ കയ്യിലില്ലാത്ത ഒരു കാര്യത്തെയും കൃഷിവകുപ്പിൻ്റെ മുമ്പിൽ വരാത്ത ഒരു കാര്യത്തെയും വക മാറ്റി എന്ന് സ്ഥാപിക്കാൻ കൃഷിവകുപ്പ് എങ്ങനെ നോക്കുന്നതില്ല. കൃഷിവകുപ്പിന് അതിന് ലഭ്യമാവേണ്ടുന്ന തുക ആ സമയാസമയങ്ങളിൽ ലഭ്യമാവുക തന്നെ ചെയ്യും. ആ ലഭ്യമാവുകയും വേണം. കേര പദ്ധതിക്ക് അനുവദിക്കും.
അല്ല, അതുകൊണ്ടല്ല. അത് ചിലപ്പോൾ എന്തെങ്കിലും ഫയലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സാങ്കേതികമായിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ധനകാര്യ വകുപ്പിന് ആ പൈസ അനുവദിക്കുന്ന താമസം ഉണ്ടാവാം. വക മാറ്റണമെന്നില്ല. നമ്മളതിനെ വക മാറ്റുന്നു എന്ന്. ഇപ്പോൾ 100 രൂപ അനുവദിക്കേണ്ടതാണ്. ആ 100 രൂപ ഏതെങ്കിലും ഫയലുണ്ട് നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ആ ഫയൽ ആ 100 രൂപ അനുവദിക്കാൻ താമസിക്കുക. അതിൻ്റെ അർത്ഥം ആ 100 രൂപ അവർ വക മാറ്റിയതാണോ? ആ പൈസ അവിടെ ഉണ്ടാവില്ലേ? അപ്പോൾ വക മാറ്റി നമ്മൾ എങ്ങനെ സ്ഥാപിക്കാൻ പറ്റും? അപ്പോൾ അത് വക മാറ്റി സ്ഥാപിക്കാൻ എങ്ങനെ പറ്റുക? അത് തന്നെ എങ്ങനെ സ്ഥാപിക്കാൻ പറ്റുക? ആ പൈസ അവിടെ തന്നെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. എങ്ങനെ വക മാറ്റുക? വക മാറ്റുക എന്നാൽ എന്താണ്? താങ്കൾക്ക് തരേണ്ട പൈസ താങ്കൾക്ക് തരാതെ വേറെ എനിക്ക് തരുന്നു, അല്ലെങ്കിൽ ഒരു വകുപ്പിന് കൊടുക്കേണ്ട പൈസ ആ വകുപ്പിന് കൊടുക്കാതെ വേറൊരു വകുപ്പിന് കൊടുക്കുന്നു. നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? മലപ്പുറം പാണ്ടിക്കാട് യുവാവിനെ കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയതായി പരാതി. ഇന്നോവ കാറിലെത്തിയ സംഘം യുവാവിനെ തട്ടിക്കൊണ്ടുപോകുന്ന CCTV ദൃശ്യം പുറത്ത്. പാണ്ടിക്കാട് വിന്നേഴ്സ് ഗ്രൗണ്ടിന് സമീപത്തെ വട്ടിപ്പറമ്പത്ത് ഷമീറിനെയാണ് തട്ടിക്കൊണ്ടുപോയത്. സംഭവത്തിന്റെ CCTV ദൃശ്യം പുറത്ത്. ചൊവ്വാഴ്ച രാത്രി 8ഓടെയാണ് സംഭവം നടന്നത്. അങ്ങാടിയിൽ നിന്നും വീട്ടിലേക്ക് പോവുകയായിരുന്ന ഷമീറിനെ ടൗൺ GMLP സ്കൂളിന് സമീപത്ത് വെച്ചാണ് ഒരു സംഘം കാറിൽ ബലമായി കടത്തിക്കൊണ്ടുപോയത്. അവർ ടൗണിൽ നിന്ന് വരുമ്പോൾ ഇവർ ഇവിടെ നിർത്തിയിരുന്നു. ഒരു ഇന്നോവ വണ്ടി വന്നിട്ട് അവിടെ ബ്ലോക്ക് ചെയ്ത് അവനെ പിടിച്ച് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി എന്നുള്ളതാണ്. അത്രേ അറിയുള്ളൂ. അദ്ദേഹത്തിന് അവിടെ ബിസിനസ്സാണ്, ഫാർമസിയാണ്. അങ്ങനെ വേറെ 1-2 ബിസിനസ്സുകളുണ്ട് പല ഐറ്റംസായിട്ട്. അത്രേ അറിയുള്ളൂ. സാമ്പത്തിക പ്രശ്നം ഉണ്ടോയെന്ന് അറിയില്ല, അതെന്താണെന്നും അറിയില്ല. എല്ലാം പോലീസിൽ പറഞ്ഞിട്ടുണ്ട്, പോലീസ് കംപ്ലൈൻറ്റ് ചാർജ് ചെയ്തിട്ടുണ്ട്. അത്രേ അറിയുള്ളൂ. വിദേശത്ത് ജോലി ചെയ്യുന്ന ഷമീർ ഈ മാസം 4-നാണ് നാട്ടിലെത്തിയത്. വിദേശത്ത് വെച്ചുള്ള സാമ്പത്തിക ഇടപാടിന്റെ പേരുള്ള പ്രശ്നമാണ് തട്ടിക്കൊണ്ടുപോകലിന് കാരണമെന്നാണ് സംശയിക്കുന്നത്. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പാണ്ടിക്കാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. M5 ന്യൂസ് മലപ്പുറം. മലപ്പുറം മഞ്ചേരിയിൽ 1.5 ലക്ഷത്തോളം വില വരുന്ന ഹെറോയിനുമായി 2 ആസാം സ്വദേശികളെ എക്സൈസ് പിടികൂടി. വിപണിയിൽ 1.5 ലക്ഷത്തോളം വില വരുന്ന 10.753 ഗ്രാം ഹെറോയിനാണ് പിടികൂടിയത്. ആസാം സ്വദേശികളായ മുത്തലിബ്, മകൻ ഹുസൈൻ അലി, അബൂബക്കർ, സിദ്ദീഖ് എന്നിവരാണ് പിടിയിലായത്. എക്സൈസ് വകുപ്പിന്റെ ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി മഞ്ചേരി എക്സൈസ് റേഞ്ചും മലപ്പുറം എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോയും സംയുക്തമായി മഞ്ചേരി പുല്ലൂരിൽ നടത്തിയ പരിശോധനയിലാണ് 2 അസം സ്വദേശികൾ പിടിയിലായത്. വിപണിയിൽ 1.5 ലക്ഷത്തോളം വില വരുന്ന 10.753 ഗ്രാം ഹെറോയിനാണ് പിടികൂടിയത്. അസം സംസ്ഥാനത്തെ നാഗൂർ ജില്ലയിൽ കുസ്വ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ബൽഫരി ബഞ്ചൽ അബ്ദുൽ മുത്തലിക്ക് മകൻ ഹുസൈൻ അലി, അബൂബക്കർ, സിദ്ദീഖ് എന്നിവരാണ് പിടിയിലായത്. അന്യസംസ്ഥാന തൊഴിലാളികൾ വ്യാപകമായി ഹെറോയിൻ കടത്തിക്കൊണ്ടുവന്ന വിൽപ്പന നടത്തുന്നതായി മലപ്പുറം എക്സൈസ് ഇന്റലിജൻസ് വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ദിവസങ്ങളോളം നിരീക്ഷണം നടത്തിയാണ് പ്രതികളെ എക്സൈസ് സംഘം പിടികൂടിയത്. പ്രതികളെ മഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ഹാജരാക്കി മഞ്ചേരി സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു. M5 ന്യൂസ് മലപ്പുറം. പാലക്കാട് മണ്ണാർക്കാട് മാരക മയക്കുമരുന്നായ MDMA-യുമായി 2 യുവാക്കളെ പോലീസ് പിടികൂടി. മുതുകുറിശി പള്ളത്ത് വീട്ടിൽ ഷബീർ, കരിമ്പ പുതിയ പറമ്പിൽ വീട്ടിൽ അമൽ ഷാജി എന്നിവരെയാണ് മണ്ണാർക്കാട് പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്ന് പിടികൂടിയത്. മുതുകുറിശി പള്ളത്ത് വീട്ടിൽ ബഷീർ, കരിമ്പ പുതിയ പറമ്പിൽ വീട്ടിൽ അമൽ ഷാജി എന്നിവരെയാണ് മണ്ണാർക്കാട് പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്ന് പിടികൂടിയത്. നെല്ലിപ്പുഴ പരിസരത്ത് നടത്തിയ പരിശോധനയിലാണ് 5 ഗ്രാം MDMA-യുമായി പ്രതികളെ പിടികൂടിയത്. ഷബീർ വിൽപ്പനയ്ക്ക് എത്തിച്ച MDMA ചില്ലറ വിൽപ്പനയ്ക്കായി അമൽ ഷാജി വാങ്ങാനെത്തിയിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. ഇവർ ഉപയോഗിക്കുന്ന വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്ന് രാവിലെ കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. M5 ന്യൂസ് പാലക്കാട്. മലപ്പുറം കോട്ടയ്ക്കൽ മമാലിപ്പടിയിൽ പാണ്ടി ലോറിക്ക് പിറകിൽ പിക്കപ്പ് വാൻ ഇടിച്ച ഒരാൾ മരണപ്പെട്ടു. മിനി ലോറി ഡ്രൈവറായ താനൂർ സ്വദേശി അഖിലേഷാണ് മരണപ്പെട്ടത്. പിക്കപ്പ് ലോറിയിൽ ഉണ്ടായിരുന്ന 2ാമത്തെയാൾ ചേളാരി സ്വദേശി ഷാനിദിനെ ഗുരുതര പരിക്കുകളോടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോട്ടയ്ക്കൽ മമ്മാലിപ്പടിയിൽ ലോറിക്ക് പിറകിൽ പിക്കപ്പ് വാൻ ഇടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ഒരാൾ മരണപ്പെടുകയും ചെയ്തു. മിനി ലോറി ഡ്രൈവറായ താനൂർ സ്വദേശി അഖിലേഷാണ് മരണപ്പെട്ടത്. 30 വയസ്സായിരുന്നു. പിക്കപ്പ് ലോറിയിലുണ്ടായിരുന്ന 2ാമത്തെയാൾ ചേളാരി സ്വദേശി ഷാനിദ് ഗുരുതര പരിക്കുകളോടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. 2 പേരാണ് പിക്കപ്പ് വാനിലുണ്ടായിരുന്നത്. ഇടിയുടെ ആഘാതത്തിൽ 2 പേരും പിക്കപ്പ് വാനുള്ളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഏറെ നേരം കഴിഞ്ഞാണ് പുറത്തെടുത്തത്. ട്രോമ കെയർ പ്രവർത്തകരും അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥരും നാട്ടുകാരും രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. M5 ന്യൂസ് മലപ്പുറം. പട്ടാമ്പി വാടനാംകുറിശി റെയിൽവേ ഗേറ്റിൽ പരിഭ്രാന്തി പരത്തി കാട്ടുപന്നി. ട്രെയിൻ കടന്നുപോകാൻ ഗേറ്റ് അടിച്ചപ്പോഴാണ് കാട്ടുപന്നി പാളത്തിലൂടെ ഓടിക്കളിച്ചത്. ട്രെയിൻ ഹോൺ അടിച്ചെത്തിയതോടെ കാട്ടുപന്നി സമീപത്തെ പറമ്പിലേക്ക് ഓടിപ്പോയി. പട്ടാമ്പി വാടാനക്കുറിശി റെയിൽവേ ഗേറ്റിലാണ് പരിഭ്രാന്തി പരത്തി കാട്ടുപന്നി എത്തിയത്. ട്രെയിൻ കടന്നു പോകാൻ ഗേറ്റ് അടച്ചപ്പോഴാണ് കാട്ടുപന്നി പാളത്തിലൂടെ ഓടിക്കളിച്ചത്.
ഗേറ്റ് അടച്ചതിനാൽ ഇരുഭാഗത്തും നിരവധി വാഹനങ്ങളും യാത്രക്കാരും ഉണ്ടായിരുന്നു. കാട്ടുപന്നിയുടെ സാന്നിധ്യം ഇരുവരെയും പരിഭ്രാന്തിയിലാക്കി. അതേസമയം പാളത്തിലൂടെ കാട്ടുപന്നി ഒളിച്ചോടിയത് റെയിൽവേ ജീവനക്കാരെയും ആശങ്കയിലാക്കി. ട്രെയിൻ ഹോൺ അടിച്ച് എത്തിയതോടെ കാട്ടുപന്നി സമീപത്തെ പറമ്പിലേക്ക് ഓടിപ്പോയി. M5 ന്യൂസ് പാലക്കാട്. പാലക്കാട് കൊപ്പം പുലാമന്തോൾ പാതയിൽ വാഹനാപകടം. ബസ് ബൈക്കിലിടിച്ചാണ് അപകടമുണ്ടായത്. ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. ഇന്ന് രാവിലെയാണ് സംഭവം. ബസിന്റെ അമിത വേഗതയാണ് അപകടത്തിന് കാരണമെന്ന് പറഞ്ഞ് നാട്ടുകാർ ബസ് ജീവനക്കാർക്കെതിരെ പ്രതിഷേധിച്ചു. സംഭവത്തെ തുടർന്ന് പട്ടാമ്പി പുലാമന്തോൾ പാതയിൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. കൊപ്പം പോലീസ് സ്ഥലത്തെത്തി. നിലമ്പൂർ മൂത്തയിടത്ത് വീണ്ടും പുലിയിറങ്ങി. വളർത്തുനായയെ കടിച്ചുകൊന്നു. മൂത്തയിടം നാരങ്ങാപ്പുട്ടിയിൽ തെങ്ങിൻ ചേരിയിൽ ലിങ്കിന്റെ പറമ്പിൽ കെട്ടിയിട്ടിരുന്ന നായയാണ് ഇന്ന് പുലർച്ചെ 5 മണിയോടെ കടിച്ചുകൊന്നത്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് മൂത്തയിടം കുറ്റിക്കാട് പുതുവായ് ഭാഗത്ത് മദ്രസയിൽ പോകുകയായിരുന്ന കുട്ടികൾ പുലിയെ കണ്ടിരുന്നു. പടുക്ക വനം സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ അംജിത്തിന്റെ നേതൃത്വത്തിൽ വനപാലകർ സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ പുലിയുടെ കാൽപ്പാടുകളാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാലാവസ്ഥ. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. ഇന്ന് 5 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. ആലപ്പുഴ, തൃശൂർ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചത്. നാളെ 6 ജില്ലകളിലും വെള്ളിയാഴ്ച 4 ജില്ലകളിലും യെല്ലോ അലേർട്ട് ബാധകമായിരിക്കും. വ്യാഴാഴ്ച കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, എറണാകുളം ജില്ലകളിലും വെള്ളിയാഴ്ച കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, എറണാകുളം ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്നതിൽ കേന്ദ്ര സർക്കാരിന് അവസാന അവസരം നൽകി ഹൈക്കോടതി. തീരുമാനം സെപ്റ്റംബർ 10-നകം അറിയിക്കാൻ നിർദ്ദേശം. വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണങ്ങൾക്കിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിലെത്തി. ഇത്രത്തോളം സഹായിച്ചതിന് നന്ദിയെന്ന് മാധ്യമങ്ങളോട് സുരേഷ് ഗോപി. കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പിൽ രാജ്യവ്യാപകമായി വോട്ടർ പട്ടികയിൽ കൃത്രിമം നടന്നെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പോലീസ് തടഞ്ഞുവെക്കുന്ന സമയം മുതൽ പ്രതിയുടെ കസ്റ്റഡി സമയം ആരംഭിക്കുമെന്ന് ഹൈക്കോടതി. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റേതാണ് നടപടി. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനങ്ങളിൽ ഇടപെട്ട് സുപ്രീം കോടതി. VC-മാരെ നിശ്ചയിക്കാനുള്ള സെർച്ച് കമ്മിറ്റി കോടതി രൂപീകരിക്കും. 4 പേരുകൾ വീതം നൽകാൻ സർക്കാരിനും ചാൻസലർക്കും നിർദ്ദേശം നൽകി. ഇതോടെ ന്യൂസ് റൗണ്ട് പൂർണ്ണമാകുന്നു. നമസ്കാരം.